നമ്മൾ ജാങ്കോയിൽ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് CSRF ടോക്കൺ എന്ന് പറയുന്നത്. CSRF ടോക്കൺ നമ്മൾ മെയിനായിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിങ്ങിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ CSRF ടോക്കൺ എന്നല്ലേ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് CSRF അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പം നമ്മളുടെ ഹാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ഡീറ്റെയിൽസ് ഹാക്കർ ഹാക്ക് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSRF ടോക്കൺ. CSRF എന്ന് വെച്ചാൽ ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി. അങ്ങനത്തെ ഒരു അറ്റാക്ക് ഇപ്പം അൺയൂഷ്വലായിട്ടൊരു ആളിൽ നിന്നും നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ എടുക്കാതിരിക്കാനുള്ള ആ ഒരു നമ്മളെന്താ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് CSRF ടോക്കൺ യൂസ് ചെയ്തിട്ട്. ഇപ്പം നമ്മളൊരു യൂസർ കയറി അയാളുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു ബാങ്കിലാണെന്ന് വെച്ചോ, അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഡിവൈസ് സർവറിൽ പോയി സ്റ്റോർ ചെയ്യുമ്പോൾ, ഡിവൈസിൽ നിന്നും ഡേറ്റാസ് സർവറിൽ പോയി സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫോമിൽ ഒരു CSRF ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ അവിടെ സർവറിൽ നമ്മൾ ഡീറ്റെയിൽസിൻ്റെ കൂടെ ജനറേറ്റ് ആവുന്നുണ്ട്. നമ്മൾ CSRF ടോക്കൺ നമ്മൾ ഫോം ക്രിയേറ്റ് ഒരു ഡെവലപ്പർ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു CSRF ടോക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു യൂസർ കയറി ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽസ് പോയി ഡേറ്റാബേസിൽ എന്തായാലും സ്റ്റോർ ആവുമല്ലോ. സ്റ്റോർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ടോക്കൺ കൊടുത്തേക്കുന്നതുകൊണ്ട് അവിടെ ഒരു ടോക്കൺ ജനറേറ്റ് ആയി അത് സർവറിൽ പോയി റൈറ്റ് ചെയ്ത് അത് നമ്മളെ പോസ്റ്റ് ചെയ്ത ഫോമിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹാക്കർ വന്നിട്ട് അയാളുടെ ഡീറ്റെയിൽസ്, ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ആ ഹാക്കറിന് അറിയത്തില്ല അവിടെ ഒരു ടോക്കൺ എന്താണ് കൊടുത്തേക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ടോക്കൺ ആയിരിക്കും അവിടെ ചോദിക്കുമ്പോൾ ഹാക്കറിന് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കേസായതുകൊണ്ട്, സർവറിൽ നിന്നും ആ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ട് സർവറിന് മനസ്സിലാവും ഇത് കറക്റ്റ് ജെന്യുവിൻ യൂസർ അല്ല കയറിയേക്കുന്നത്, ആ ടോക്കൺ കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോഴും ഒരു ഹാക്കറിന് ആ യൂസറിൻ്റെ ഡീറ്റെയിൽസ് അവിടുന്ന് ഫിറ്റ് ചെയ്തെടുക്കാൻ ആയിട്ട് പറ്റില്ല. അതിനാണ് നമ്മൾ ടോക്കൺ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം സെക്യൂർഡാക്കി വെക്കാൻ വേണ്ടി, പുറത്തുനിന്ന് ഒരാൾക്കും ആ ഒരു ഡീറ്റെയിൽസ് എടുക്കാതെ സേഫസ്റ്റ് ആയിട്ട് നമ്മളുടെ സർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും.